രാവിലെ തന്നെ പത്രം നിന്നോണ്ട് ഇവിടെ ഇരിപ്പുണ്ടോ? അമ്മയും ചേച്ചാ, അമ്മേ ഒന്ന് വിളിച്ചേച്ചാ. ഉഷേ നീ വന്നേ, ആ മോള് വിളിക്കുന്നു. അല്ല, ഈ വയസ്സാം കാലത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം എന്തുവാ? എനിക്ക് അറിയാൻ ഞാൻ ചോദിക്കുക. എന്നെയും ചേട്ടനെ പുറത്തിറങ്ങി നടക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലേ? മനുഷ്യന് നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാ. അതെന്താ മോളെ, നിങ്ങൾക്ക് നാണക്കേട് വരത്തക്കോണൊക്കെ ഞങ്ങൾ എന്തോ വരുന്നായി പറയുന്നേ? അയ്യോ, ഒന്നും അറിയത്തില്ല രണ്ടുപേർക്കും അല്ലേ? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടിരുന്ന നാടകം കളിക്കുന്ന രണ്ടും കൂടെ. എന്റെ പൊന്നച്ച, ഞാൻ ആ ചേട്ടൻ വിളിച്ചിട്ട് പോലും ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്തോ നാണക്കേട് അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് രാവിലെ വണ്ടി എടുത്ത് ഇവിടം വരെ വന്ന ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്ത് പതുക്കെ ചിലക്ക് എന്താ പ്രശ്നം? ചേട്ടൻ ഇതൊന്നും അറിഞ്ഞില്ലേ? അത് അറിഞ്ഞിട്ട് അറിയാത്ത മട്ടിൽ പൊട്ട കളിക്കുവാണോ? എന്താ കാര്യം? എന്താ ഇവളാണല്ലോ എന്നെ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ അറിഞ്ഞില്ലേ ഇതൊന്നും? എന്താണെന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. വയസ്സാം കാലത്ത് നിങ്ങളുടെ അമ്മയ്ക്ക് ഗർഭം. അതിപ്പോ നിനക്കെന്താ പ്രശ്നം? അച്ഛനമ്മയും കുഞ്ഞിന്റെ നാട്ടുകാരൊന്നുമല്ലല്ലോ, അച്ഛൻ തന്നെയല്ലേ. നീ ഞാനൊക്കെ ആ വീട്ടിലുണ്ടായല്ലേ, നിനക്കെന്താ പ്രശ്നം? ഇത്രക്ക് നാട്ടുകാരാണോ ഇതൊക്കെ നോക്കുന്നത്? അയ്യേ, നാണോണ്ടായിട്ടാ നിങ്ങക്ക്? എന്തിന്? എങ്ങനെ ആൾക്കാരെ മുഖത്ത് നോക്കും? എന്റെ ദൈവമേ, ഓർത്തിട്ട് എനിക്ക് നാണക്കേടാവുക. നീ ഞാനൊക്കെ അവർക്കുണ്ടായല്ലേ, പിന്നെ ആൾക്കാരെ മുഖത്ത് നോക്കാൻ എന്താ? നമ്മൾ ഉണ്ടായതുപോലാണോ ഇത്? ഈ വയസ്സാം കാലത്ത് ഈ പണി ഒപ്പിച്ച് വെച്ച് ഇവരെ രണ്ടും എന്താ പറയണ്ടേ? ഇതിനെന്താ ഇപ്പം സ്നേഹത്തിന് വയസ്സും കാലമൊന്നും ഇല്ല. ചേട്ടാ, ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അയൽവാസികളെ ഫേസ് ചെയ്യേണ്ടത് ഞാനാ. എനിക്കും ഉണ്ട് നാണക്കേടും മാനക്കേടും ഒക്കെ. നീ മിണ്ടരുത്. നീ ഒരുത്തി അവളെ വിളിച്ചു വരുത്തി കുടുംബം ഉണ്ടാക്കിയത്. നിനക്ക് വീട്ടിൽ പോയി നിൽക്കണേ ഇപ്പൊ, നിനക്ക് നാണക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കല്ലോ. പക്ഷെ നിനക്ക് വേറെ ആരും ഉണ്ടോ അവിടെ പോയാൽ നിന്നെ നോക്കാനായിട്ട്? ചേട്ടനെന്തിനാ അവളുടെ മെക്കിട്ട് കയറുന്നത്? ആ പറഞ്ഞത് മുഴുവൻ ഇവരോട് പറ. ഇവരല്ലേ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചത്? ഇത്ര നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് രണ്ടുപേരുടെ നിപ്പ് കണ്ടോ, ഒന്നും അറിയാത്ത പോലെ. അമ്മയ്ക്ക് നാണം ഇല്ലേ അമ്മേ? ഞങ്ങളെ കുറിച്ചെങ്കിലും അമ്മ ഒന്ന് ആലോചിക്കണ്ടേ? ഷേ, കൊണ്ട് കളയമ്മ ഇത്. നീ സ്ത്രീയാണോ? നീ ഒരു അമ്മയും കൂടെ അല്ലേ? എനിക്കുണ്ട് പിള്ളേരൊക്കെ. ഇപ്പൊ നിന്നെ എന്നെ വേണ്ട നമ്മുടെ അമ്മയും അച്ഛനും വിചാരിച്ചെങ്കിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാവത്തില്ല, നമ്മൾ ഈ ലോകം കാണത്തില്ലായിരുന്നു. ചേട്ടാ, അതിന് നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലല്ലേ കുട്ടികളുണ്ടായേ, അല്ലാതെ ഇവരുടെ കൂട്ട് വയസ്സാം കാലത്തൊന്നും അല്ലല്ലോ. അയ്യോ, അല്ലെങ്കിലേ നാട്ടുകാർ പറയുമായിരുന്നു രണ്ടുപേരെയും കുറിച്ച്. ഒരുമിച്ച് ഉണ്ണും ഒരുമിച്ച് ഉറങ്ങും. രവീന്ദ്രൻ ഉഷ ആരാ? അയ്യോ, നല്ല ഒന്നാം തരം ജോഡികള്, എണക്കുരുവികള്. വയസ്സാം കാലത്ത് നാണക്കേടുണ്ടാക്കാൻ രണ്ടുകൂടെ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് സമാധാനമായല്ലോ ഇപ്പൊ രണ്ടുപേർക്കും. ചേട്ടാ, നമ്മളെ മക്കൾക്ക് നാണക്കേടാണെങ്കിൽ നമുക്കിത് വേണ്ടെന്ന് വയ്ക്കുക. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. കണ്ടോ അച്ഛാ, അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. അമ്മ പറഞ്ഞു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വരാമേ. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പോകാം. ഫുൾ ചെലവ് എൻ്റെ വക. അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. നാളെ ഇവിടുന്ന് ആരും എങ്ങും പോകുന്നില്ല. അമ്മയുടെ വൈദ്യുതി കുഞ്ഞിന് എനിക്ക് വേണമെങ്കിൽ അച്ഛനും ഞാൻ അവിടെ നോക്കും. അതിനെ നിനക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോക്കും. അതേടോ, എനിക്ക് ഇച്ചിരി നാണക്കേടുണ്ട്. ചേട്ടന് ഒരു നാണക്കേടും ഇല്ലല്ലോ. ദൈവമേ, ഇത്രയും കൾച്ചറില്ലാത്തൊരു ഫാമിലിയിലാണല്ലോ ഞാനും വന്ന് ജനിച്ചത്. ഞാൻ വരത്തില്ല നീ ഇങ്ങോട്ടൊന്നും. നീ അവിടെ നിന്നേ. അമ്മ ഗർഭിണിയായെന്നു വെച്ചാൽ ഞാൻ ഞായറാഴ്ച ഫംഗ്ഷൻ വരുന്നുണ്ട്. ഓഫീസിലെ സ്റ്റാഫുകളെയും കൂട്ടുകാരെല്ലാം അവിടെ വെച്ചിട്ട് ഭക്ഷണം കാലിലൊക്കെ ഉണ്ട്, കേക്ക് മുറിച്ച് ആഘോഷിക്കുക. നീയും പിള്ളേരോട് പറഞ്ഞു, നിനക്ക് നാണക്കേടൊന്നും ഇല്ലെങ്കിൽ. ഞാൻ വരത്തില്ല. എനിക്ക് അത്ര വലിയ വിശാല മനസ്സൊന്നും ഇല്ല. നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ആഘോഷിക്കും. അച്ഛനും അമ്മയൊന്നും കേട്ട് വിഷമിക്കണ്ട. ഇത് ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഇവളായി കുത്തിരിപ്പിലാണ് ഉണ്ടാക്കിയത്. നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു അനിയനോ അനിയത്തി ഉണ്ടാകുന്നതുകൊണ്ട് യാതൊരു വിഷമമില്ല. മോനെ, ഇത് ഒരുപാട് ആളുകൾ അറിഞ്ഞ് നാണക്കേടാവുന്നതിന് മുമ്പ് നമുക്ക് അമ്മ പറഞ്ഞതിൻ്റെ കൂട്ട് നാളെ ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ട് ഞങ്ങൾ അബോർഷൻ ചെയ്യും. ഇപ്പം അവളും പറഞ്ഞിട്ട് പോയത് കേട്ടില്ല. അച്ഛാ, ഇതൊന്നും കാര്യമാക്കണ്ട. ഇതിന് വലിയ എന്ത് മാനക്കേട് വന്നാലും ഞാൻ സഹിച്ചു. നിങ്ങൾ സന്തോഷത്തോടെ പോയി ഒരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടാ ആരൊക്കെ വിളിക്കണമുള്ളതിൻ്റെ. ഇവിടെ വീട്ടുകാരെ പ്രത്യേകം വിളിക്കണം. ഇവർക്ക് മാനക്കേടല്ലേ പറഞ്ഞേ. നിങ്ങൾ സന്തോഷത്തോടെ നമ്മൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കും. ഒന്ന് ചിരിക്കടോ, ഇങ്ങനല്ലടോ, ഒന്ന് പൊട്ടിച്ചിരിക്കേ.